പാതിമൊട്ട വിണ്ടുപൊട്ടി മേലുലോകം പൂകിയല്ലോ, പാതിമൊട്ട വിണ്ടുപൊട്ടി കീലോകം പൂകിയല്ലോ, പാതിമൊട്ട വിണ്ടുപൊട്ടി മേലുലോകം പൂകിയല്ലോ, പാതിമൊട്ട വിണ്ടുപൊട്ടി കീലോകം പൂകിയല്ലോ. ചുണ്ടുവച്ചല്ലോ മിറകി വച്ചല്ലോ മിറകല്ലോ കുട്ടിമരം കൊടുത്ത്, ചുണ്ടുവച്ചല്ലോ മിറകി വച്ചല്ലോ മിറകല്ലോ കുട്ടിമരം കൊടുത്ത്, ചുണ്ടുവച്ചല്ലോ മിറകി വച്ചല്ലോ മിറകല്ലോ കുട്ടിമരം കൊടുത്ത്, ചുണ്ടുവച്ചല്ലോ മിറകി വച്ചല്ലോ മിറകല്ലോ കുട്ടിമരം കൊടുത്ത്. കോതകരിയൊപ്പോ നീലകരിയൊപ്പോ മണ്ടനാരിക്കുമരം കൊടുത്ത്, കോതകരിയൊപ്പോ നീലകരിയൊപ്പോ മണ്ടനാരിക്കുമരം കൊടുത്ത്, കോതകരിയൊപ്പോ നീലകരിയോ മണ്ടനാരിക്കുമരം കൊടുത്ത്, കോതകരിയൊപ്പോ നീലകരിയോ മണ്ടനാരിക്കുമരം കൊടുത്ത്. ആ രയ്യരയ്യം രയ്യരയ്യം തകരയ്യരയ്യരണ്ടയ്യരയ്യം തന്നാനേ താരാ ദിന തന്നാരം താരാ തന്നാരേ താരാ ദിന തന്നാരം താരാ. ആ ആ ആ ആ എണ്ണു പറന്നെഴുന്നൂറു കാലം താണു പറന്നു 400 കാലം, എന്നിരിക്കകം ഭൂമിയില്ല പറന്നു പറ്റകം മരങ്ങളില്ല. ഇതാണ് ഞാൻ ജനിച്ച മണ്ണ്. ഞാനും എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഓടിക്കളിച്ച മണ്ണാണ്. ഇതിന് തൊട്ട് മുകൾ ഭാഗത്തായിട്ട് കുടുംബ ശവക്കോട്ട ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുക, അന്ന് അച്ഛൻ്റെ അച്ഛൻ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അപ്പ എന്നാണ് ഞാൻ വിളിക്കാറ്. അപ്പൻ പറഞ്ഞതായിട്ട് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ നെഞ്ചത്ത് ആരെ കൊണ്ടും കപ്പ ഇടിക്കരുത് എന്ന് അപ്പം പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർക്കാൻ കാരണം അതങ്ങനെ തന്നെ ആയല്ലോ. ആ സ്ഥാനത്ത് നിന്നൊരു വലിയ ആരാധനാലയം, സ്മാരകം പോലെ അപ്പൻ്റെ ഇച്ഛ പോലെ തന്നെ സഫലീകരിക്കപ്പെട്ടു എന്ന വലിയൊരു ചാരിതാർത്ഥ്യം. അത് ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അല്ലെ അനിയന്മാരൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഒന്നും കൈവിട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ഒക്കെയും നല്ലതായി തന്നെ വന്ന് ഭവിച്ച ആ ഒരു ഭൂതകാലവും. കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് വരുമ്പോൾ ഈ പ്രദേശം മുഴുവൻ സ്വന്തമെന്ന് തോന്നുമായിരുന്ന അനുഭവങ്ങളാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ. കാരണം വേലികളില്ല, അതിരുകളില്ല. ഈ അതിരും വേലികളും ഒന്നും വേർതിരിച്ചറിയാൻ വയ്യാത്ത ഒരു ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാട് ഈ ദേശത്തിനുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു അതിരെന്നുള്ള അതിലാണ്. അങ്ങ് സ്നേഹിക്കാനും കൂട്ടുകൂടാനും കൂട്ടം കളിക്കാനും ഓടി നടക്കാനും പാടി തിമിർക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് കുട്ടിക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്കൂളാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് ഇവിടെയാണ്. പക്ഷേ അന്ന് ഞങ്ങളിതിന് പറയുന്നത് പള്ളിക്കൂടം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളെന്നൊക്കെ പറയുമ്പോൾ ഊതാമ്പറം പള്ളിക്കൂടം എന്നാണ് അന്നൊക്കെ ഞങ്ങൾ പറയാറ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രസകരമായ കഥകൾ, മരണം വരെ മറക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ചുറ്റുപാടാണ് ഈ സ്കൂളും ഇതിൻ്റെ ചുറ്റുവട്ടവും. പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഈ സ്കൂളിൽ അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതൊന്നും പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടുള്ള അനുഭവങ്ങളല്ല. സ്കൂൾ കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോകാറില്ല.
ഏതെങ്കിലും അധ്യാപകരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. പ്രത്യേകിച്ച് ഇല്ലത്തെ എലിയാമ്മ സാറ്, കരിപ്പേലി എലിയാമ്മ സാറ്, മറിയക്കുട്ടി സാറ്, അവരെ ഒന്നും ഒരിക്കലും മറക്കാനാവില്ല. ഞാൻ മിക്കവാറും കരിപ്പേലി എലിയാമ്മ സാറിൻ്റെ കൂടെയോ ഇല്ലത്തെ എലിയാമ്മ സാറിൻ്റെ കൂടെയോ ആണ് മിക്കവാറും ഞാൻ പോകാറ്. പിന്നെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോരുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ സ്കൂളിൻ്റെ ചുറ്റുപാടുകൾക്ക് ഏറെ കഥകൾ പറയാനുണ്ട്. കാരണം ഞങ്ങൾക്ക് അന്ന് യാതൊരു അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള റെസ്ട്രിക്ഷനൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അന്ന് ഇന്നത്തേതുപോലെ ചെരുപ്പില്ല, നല്ല വസ്ത്രമില്ല. ചില ദിവസങ്ങളൊക്കെ തോർത്തൊക്കെ കൊടുത്തുകൊണ്ടാണ് സ്കൂളിൽ വരുന്നത്. അന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ചെരുപ്പുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് ഈ തടത്തെ താമസിക്കുന്ന ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് മാത്രമേ ചെരുപ്പുണ്ടാകും. ഞങ്ങളൊക്കെ ചെന്നിങ്ങനെ തൊട്ട് നോക്കും. ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു മഞ്ഞ കിളി നമ്മൾ കണ്ടു. രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി ഒരു മഞ്ഞ കിളി നമ്മൾ കണ്ടു. മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 3 മുന്തിരിങ്ങ 2 ചെണ്ടുമല്ലി ഒരു മഞ്ഞ കിളി നമ്മൾ കണ്ടു. നാലാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 4 നാരങ്ങ 3 മുന്തിരിങ്ങ 2 ചെണ്ടുമല്ലി ഒരു മഞ്ഞ കിളി നമ്മൾ കണ്ടു. അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 5 മഞ്ചാടി 4 നാരങ്ങ 3 മുന്തിരിങ്ങ 2 ചെണ്ടുമല്ലി ഒരു മഞ്ഞ കിളി നമ്മൾ കണ്ടു. ആറാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 6 ഓറഞ്ച് 5 മഞ്ചാടി 4 നാരങ്ങ 3 മുന്തിരിങ്ങ 2 ചെണ്ടുമല്ലി ഒരു മഞ്ഞ കിളി നമ്മൾ കണ്ടു. ഇതേ കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ചങ്ങാതി സോമൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇടത്തുവാക്കാരുടെ അവിടെ എല്ലാം ഒന്ന് വനമല്ലേ. വഴിയുടെ 2 സൈഡിലും മരത്തിലിങ്ങനെ ഏണിയൊക്കെ വെച്ച് കിട്ടി വല്ല മൃഗങ്ങളൊക്കെ വന്നാൽ ചെറിയ രക്ഷപ്പെടാനൊക്കെ ആയിട്ട് കാലവും നമ്മൾ ആനക്കുട്ടിയെ പിടിച്ച് ക്ലാസ് റൂമിൽ ഇട്ട കാലം. ആനയെ കണ്ടുവച്ച് തിരിച്ചു പോയിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ. നമുക്ക് അന്ന് നമ്മളെ പഠിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ 6ാം ക്ലാസ്സിൽ അന്ന് ചേർന്നത്. മറിച്ച് നമ്മുടെ കൂടെ പഠിച്ച ഒരു കല്യാണം കഴിച്ചിട്ടില്ലേ, അതറിയോ? നമ്മുടെ കല്യാണം കഴിച്ച് കുട്ടികളുള്ള ശങ്കരനെ കല്ലാറ് നിന്ന് വന്നു താന്നിമുട്ടി വരുന്ന ശങ്കരന് 2 പിള്ളേരുണ്ട്. കല്യാണം കഴിച്ച 2 കുട്ടികളുണ്ട്. പിന്നെ അർജുനും ദിവാകരനും ഒക്കെ സ്കൂളിൽ വരുന്നത് കൊമ്പമീശ വെച്ച് നമ്മുടെ പിടിക്കാൻ വന്ന അർജുനൊന്ന് കപ്പടാമീശയൊക്കെ വെച്ചിട്ട് അവൻ അർജുനെ രാജേന്ദ്രൻ, പിന്നെ വേറൊരു ഉണ്ടായിരുന്നല്ലോ ലത്തീഫ് ലത്തീഫൊക്കെ വലിയ പൊക്കമുള്ള ഈസായൊക്കെ വലിയ പൊക്കമാണ്. നമ്മളൊക്കെ സ്കൂളിൽ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ഞാനിപ്പോൾ പല കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നമ്മൾ അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എന്ന വ്യത്യാസം കൂടാതെ രാത്രി കാലങ്ങളിൽ നമ്മളെ അധ്യാപകർ പഠിപ്പിക്കുന്നത്, നമ്മുടെ രക്ഷകർത്താക്കൾ വന്ന് നമുക്ക് ആഹാരമൊക്കെ വെച്ചിരുന്നു. അന്ന് കപ്പയും ഇഷ്ടം പോലെ കിട്ടുന്ന കാലമില്ല. നമ്മുടെ ഇന്നത്തെ ഈ ക്രിക്കറ്റ് ഹരം പോലെയായിരുന്നു അന്ന് കുട്ടിയും കോലും കളി. നീ ഓർക്കുന്നില്ലേ? പിന്നെ ബെല്ലടിച്ചാൽ അപ്പോഴേ കുട്ടിയും കോലും ഓടുകയില്ല. മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടം കൂടിയാണ് സ്കൂളിൽ പോകുന്നതും കൂട്ടം കൂടിയാണ് സ്കൂൾ വിട്ട് മടക്കയാത്രയും. പിന്നെ പെൺകുട്ടികളെയൊക്കെ അവരുടെ വീടുകളിൽ കൊണ്ടാക്കുന്ന ഉത്തരവാദിത്വമൊക്കെ ആൺകുട്ടികൾ ഏറ്റെടുക്കുന്നൊരു കാലം. പെൺകുട്ടികളെ ഇന്നത്തതുപോലെയുള്ള ഒരു വേർതിരിവോ അകൽച്ചയോ ഒന്നും തോന്നാറില്ല. അന്നത്തെ ബന്ധമാണ്. പെൺകുട്ടികളെ വീട്ടിൽ ചെന്ന് വിളിച്ചു കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ജോലിയായിരുന്നല്ലോ നമുക്കുണ്ടായിരുന്നു. അതുകൂടെ അന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒന്നിച്ച് ചെന്നില്ലെങ്കിൽ സാർ അടിക്കുന്ന ഒരു കാലം. അതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പോലും നമുക്കിങ്ങനെ അടുത്തടുത്ത് നിന്നാൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള മഞ്ഞ ഷർട്ടുമൊക്കെ ഊരിയിട്ടല്ലേ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഷർട്ടില്ലല്ലോ, കണ്ടം വെച്ച കോട്ടല്ലേ. ഇവിടെ തന്നെ ഒരു 7 തയ്യൽ കാണും. ബട്ടൺസ് ഇല്ല. ഇപ്പുറത്തെ പീസ് എടുത്ത് ബട്ടണിലൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു കുറ്റിക്കാല് പോലെ ഒരു കമ്പിറക്കി വരും. അതൊക്കെ വല്ലാത്ത ഓർമ്മകളാണ്. ഇതായിപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് കലാഭവൻ എന്നാണ് വീട്ടുപേരെങ്കിലും തായില്ലം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുക. കാരണം തായില്ലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കലാസംഘത്തിൻ്റെ പേരാണ്. കൂടുതലും കത്തടപാടുകളും ആളുകൾ അറിയുന്നതും ആ രീതിയിലാണ്. പിന്നെ ഇവരൊക്കെ എൻ്റെ കൂടെ സഹകരിക്കുന്ന തായിലത്തിൻ്റെ അംഗങ്ങളാണ്. എല്ലാവരും പാട്ടാളുകളും കൂട്ടാളുകളും ഒക്കെയായി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കുടുംബം പോലെ കഴിയുകയാണ്.
ഞാനിപ്പോഴിവിടെ താമസിക്കുന്നെങ്കിലും എൻ്റെ സ്വന്തം വീടും ഞാൻ ജനിച്ച സ്ഥലവും നാടും ഒക്കെ വേറെയാണ്. അത് ഇവിടുന്ന് വളരെ ദൂരെ ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരു 28-30 വർഷത്തോളമായി ആയിട്ട് തിരുവല്ലയിൽ ആണിപ്പോൾ താമസം. പള്ളിക്കലപ്പന്റെ മോളെ കൊഞ്ചിരിക്കാളിതകരിമിതാര പള്ളിക്കലപ്പന്റെ മോളെ കൊഞ്ചിരിക്കാളിതകരി